എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് അയർലൻഡിൽ വന്ന് മാസ്റ്റേഴ്സ് എടുത്ത് പഠിക്കാനിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയാണ്. നിങ്ങൾ പറയണ്ട എൻ്റെ കഷ്ടപ്പാടൊക്കെ. അപ്പോൾ കുത്തിയിരുന്ന് തുടക്കം തൊട്ട് അവസാനം വരുന്ന എൻ്റെ വീഡിയോ കണ്ടോ, എൻജോയ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി യൂണിഫോമൊക്കെ വലിച്ചു കയറ്റി കണ്ട ആ ഫേസിലുണ്ട് എന്നെ ഉത്സാഹമോ. പിന്നെ കാശ് വേണ്ടേ, അതുകൊണ്ട് കഷ്ടപ്പെട്ട് പോവുക. ഫ്രണ്ട്സൊക്കെ നല്ല ഉറക്കം. അവർക്കൊക്കെ ആണെങ്കിൽ രാത്രിയാണ് ഷിഫ്റ്റ്, എനിക്ക് രാവിലെ, അതുകൊണ്ട് സമാധാനമുണ്ട്. പിന്നെ പണ്ടൊക്കെ നമ്മൾ ബാഗ് തൂക്കിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവില്ലേ, എന്നിട്ട് ബസ് പിടിക്കാൻ പോവില്ലേ, ആ സെയിം വൈബ് തന്നെയാണ് ഇപ്പം എനിക്ക് കിട്ടുന്നത്. പിന്നെ എന്നെ കാണാൻ ഹാൻസം അല്ലേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 4 മിനിറ്റ് പോക്കാം. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിൽ ഫൈനലി എത്തി. പിന്നെ അവിടെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് ബസ് വന്നത്. പിന്നെ ബസ്സിന് കൈ കാട്ടി ബസ് വന്ന്. ഡബിൾ ഡെക്കർ ആയിരുന്നു, പതുക്കെ വരുള്ളൂ. അങ്ങനെ അവിടെ കയറി ടാപ്പൊക്കെ ചെയ്ത്, ഇതാണ് ഡബ്ലിൻ വ്യൂ. ഭംഗിയില്ലേ കാണാൻ, സെറ്റല്ലേ. അങ്ങനെ അവിടെ എത്തി. 4 മിനിറ്റ് പിന്നെ നടക്കാനുണ്ട് മക്ഡൊണാൾഡ്സിലേക്ക്. അവിടെ കയറി ക്ലോക്കിനൊക്കെ ചെയ്ത് അങ്ങനെ ജോലി തുടങ്ങി. അബ്രാത് നല്ല സുഖമാണ്. എല്ലാം പിള്ളേർ കയറി വാ, അടിച്ച് കയറി വാ മക്കളെ. ഈ ചൂട്, ഈ ചൂടൊക്കെയാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് മക്ഡൊണാൾഡ്സിൽ വന്ന ബാ. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ബ്രേക്ക് കിട്ടി. പിന്നെ ബ്രേക്കിൽ ഞാൻ ഹെൽത്തി മാത്രം കഴിക്കുള്ളൂ, ഹെൽത്തി കുട്ടനാണ്. കുക്കുംബർ ആൻഡ് ക്യാരറ്റ് സലാഡ്. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് പ്രസൻറ്റിങ് ഒക്കെ ചെയ്ത് 8 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ് ഞാൻ ഇത്രയും ചെറുതായി കാട്ടുന്നത്. ലാസ്റ്റ് മാനേജർ പണി തന്നു, ഓണിയൻസ് ഉണ്ടാക്കിയിട്ട് പോയതെന്ന് പറഞ്ഞു. അങ്ങനെ ഷിഫ്റ്റൊക്കെ തീർത്ത് ഈ തലേന്നും മൂത്തുനിന്ന് ഈ പണ്ടറൊക്കെ വലിച്ച് മാറ്റുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്. ഓഫ്, ഇന്നത്തെ ഷോ തീർത്ത് അങ്ങനെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഇറങ്ങി. ഇനിയും സങ്കടമെന്ന് പറഞ്ഞാൽ തിരിച്ച് നടക്കണം ബസ് പിടിക്കാൻ വേണ്ടി. അപ്പോഴാണ് പൊടിമഴയും നല്ല കാറ്റും. തൊപ്പി പിടിച്ച് പതക്കെ പതക്കെ നടന്ന്. അയർലൻഡ് കാരണം 5 മിനിറ്റ് വെയിലാണെങ്കിൽ പിന്നെ മഴയായിരിക്കും. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി, ബസ്സും കിട്ടി. പിന്നെ ഒരു 15 മിനിറ്റ് ട്രാവലിങ്ങാണ്. അങ്ങനെ വീടെത്തി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് മിസ് ചെയ്യണേ, മമ്മീനെ മിസ് ചെയ്യണേ. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ അമ്മ ഉണ്ടാക്കി വയ്ക്കും. ചെന്ന് സുഖമായിട്ട് എടുത്ത് കഴിക്കുക. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, പരാതി പറയാ. ആ, ഇവിടെ അതല്ല, ഇവിടെ വരുമ്പോൾ എല്ലാം മാറും. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി ഫ്രഷായി ഫുഡ് കഴിക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വീട്ടുകാരെ മിസ് ചെയ്ത് ഉള്ള രുചി അറിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കിടക്കണ സമയമായി, ഒരു സമയമാവും ഫുഡെല്ലാം കഴിച്ച് വരുമ്പോഴേക്കും. അങ്ങനെ രാത്രി ഒരു കിടക്കണേക്കാളും മുമ്പ് എനിക്കൊരു നല്ലൊരു ശീലമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ വായന. ഞാൻ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ചിട്ട് ഉറക്കം വന്നിട്ടേ കിടക്കുള്ളൂ. എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ കാരണം എനിക്ക് സമാധാനമുണ്ട്, എനിക്കിതൊക്കെ ചെയ്യാൻ സമയമുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ജോലി അപ്ലൈ ചെയ്യും കുത്തിരുന്ന്. അതല്ലാതെ വരാൻ പോണ പിള്ളേരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, നല്ല കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാട്. നിങ്ങൾ ഈ വ്ളോഗിലും ഇതിനകത്തും കാണുന്ന പോലെയല്ല ഇവിടുത്തെ ജീവിതം. അപ്പം അതെല്ലാം നോക്കിയും കണ്ടും വരാം. അപ്പം ഞാൻ പോകുന്നു കിടക്കാൻ വേണ്ടി. ഗുഡ് നൈറ്റ്.